യോഹന്നാന്റെ സുവിശേഷം ബൈബിൾ ക്ലാസ് തുടരുന്നു. വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിലെ 4-ാമത്തെ പുസ്തകമായ യോഹന്നാന്റെ സുവിശേഷം തുടർച്ചയായി ടെലിവിഷനിലൂടെ ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് അല്പസമയങ്ങൾ മുടങ്ങിപ്പോയെങ്കിലും ഇപ്പോൾ കൃത്യമായി ക്ലാസ് മുന്നോട്ട് നീങ്ങുന്നു. തുടർച്ചയായി ശ്രദ്ധിക്കുന്നവർക്ക് വന്ദനം. നിങ്ങൾ മറ്റുള്ളവരെ കൂടെ അറിയിക്കുക. ഏറ്റവും കൂടുതൽ ആളുകളെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങൾ വിളിച്ചുകൂട്ടുവാൻ അപേക്ഷിക്കുന്നു. 99-ാമത്തെ പേജിൽ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നിന്ന് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. അങ്ങയുടെ വചനം ഞങ്ങൾക്ക് ഗ്രഹിക്കാൻ കൃപയും ജ്ഞാനവും തരണമേ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കും, യേശുവിൻ്റെ നാമത്തിൽ. ദൈവത്തിൻ്റെ വചനം മറ്റ് പുസ്തകങ്ങളെ പോലെയല്ല, അത് പ്രാർത്ഥനയോടുകൂടെ പഠിക്കേണ്ടതാണ്. ആകയാൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവെഴുത്തുകളിലേക്ക് ശ്രദ്ധിക്കുവാൻ അപേക്ഷിക്കുന്നു. 7-ാം അധ്യായം ഇപ്പോൾ നാം വായിക്കാൻ പോവുകയാണ്. ഓരോ വാക്യങ്ങളും വായിച്ച് വിശദീകരിച്ച് മുന്നോട്ട് പോകാം. അതിന്റെ ശേഷം യേശു ഗലീലയിൽ സഞ്ചരിച്ചു. യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചതുകൊണ്ട് യഹൂദിയിൽ സഞ്ചരിപ്പാൻ അവന് മനസ്സില്ലായിരുന്നു. വിശദീകരണം ആവശ്യമില്ല. യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചതുകൊണ്ട് യഹൂദിയിൽ സഞ്ചരിപ്പാൻ അവന് മനസ്സില്ലായിരുന്നു. കർത്താവായ യേശുവിനെ കൊല്ലാനായിട്ട് യഹൂദന്മാർ ഒരു പ്ലാൻ ഇട്ടുകഴിഞ്ഞു. എന്താണ് കാരണം? പ്രധാന കാരണം, ഒരുപാട് ജനം അവൻ്റെ ചുറ്റും കൂടുന്നു. അവൻ യഹൂദന്മാരുടെ നയങ്ങൾക്ക് എതിരാണെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് അവർ ഗവൺമെന്റിനെതിരാണ്, യേശു ഗവൺമെന്റിനെതിരായിട്ട് സംസാരിച്ചു എന്ന് കുപ്രചരണം നടത്തുന്നു. ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. വാക്യം 2. എന്നാൽ യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ അടുത്തിരുന്നു. യഹൂദന്മാർക്ക് പെരുന്നാളുകളുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ മലയാളികളുടെ ഇടയിൽ ക്രിസ്തീയ പള്ളികളിൽ പെരുന്നാളുണ്ട്. പെരുന്നാൾ ഓരോരുത്തരും ഓരോ പേരിൽ പെരുന്നാളുകൾ നടത്തുന്നു. അത് ഉത്സവമാണ്, അതൊരാഘോഷമാണ്. മുഴുവൻ ജനങ്ങൾക്കും സന്തോഷത്തിന് വേണ്ടി നടത്തുന്ന ഒരു ചടങ്ങാണ്. ആ ചടങ്ങിൽ ബിസിനസ് ധാരാളം നടക്കുന്നു. കുർബാനയും പാട്ടും എഴുന്നള്ളിപ്പും പല കാര്യങ്ങളും കേരളത്തിൽ നടക്കുന്നു, നമ്മൾ കാണുന്നു. ഇതിൻ്റെ എല്ലാം ആരംഭം എന്താണ്, എവിടെയാണ് എന്ന് വേദപുസ്തകത്തിൽ നിന്ന് പഠിക്കാൻ പറ്റും. നോക്കൂ, യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ അടുത്തിരുന്നു. യഹൂദന്മാർക്ക് പ്രധാനമായി 7 പെരുന്നാളുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തേത് പെസഹ പെരുന്നാൾ, രണ്ടാമത്തേത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, മൂന്നാമത്തേത് ആദ്യബലക്കറ്റയുടെ പെരുന്നാൾ, അത് കഴിഞ്ഞ് കൊയ്ത്ത് പെരുന്നാൾ, പെന്തക്കോസ്ത് പെരുന്നാൾ, പാപപരിഹാര പെരുന്നാൾ, കൂടാര പെരുന്നാൾ. ഇങ്ങനെ പെരുന്നാളുകൾ മുന്നോട്ട് പോകുന്നു. അതിൽ ഒരു പെരുന്നാളാണ് കൂടാര പെരുന്നാൾ. അപ്പോൾ പെരുന്നാളുകൾ യഹൂദന്മാരുടെ ഉത്സവമാണ്. യഹൂദന്മാരുടെ മതഗ്രന്ഥമായ പഴയ നിയമവും പുതിയ നിയമവും കൂടെ ഒരുമിച്ചാണ് ബൈബിൾ വന്നിരിക്കുന്നത്.
അതുകൊണ്ട് യഹൂദ മതവുമായി ക്രിസ്തു മതത്തിന് ഒരുപാട് ബന്ധങ്ങളുണ്ട്, ഒരുപാട് സാമ്യങ്ങളുണ്ട്. യഹൂദ ആചാരങ്ങളും അതിലെ പലതും ഇതിനകത്ത് കയറിക്കൂടിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ആ വിഷയം വരുമ്പോൾ അതത് സമയത്ത് വിവരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പെരുന്നാൾ അങ്ങനെയാണ് ക്രിസ്ത്യാനികൾക്ക് കിട്ടിയത്. ഞങ്ങളെ കേൾക്കുന്ന ക്രൈസ്തവ സ്നേഹിതർക്കും ലീഡേഴ്സിനും ഒക്കെ ഇത് ശ്രദ്ധിച്ച് പഠിക്കുകയോ സംശയം ചോദിക്കുകയോ ചെയ്യാം. ക്രിസ്തീയ പെരുന്നാളുകൾ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടോ? ക്രിസ്തു ഏതെങ്കിലും പെരുന്നാളുകൾ കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പോസ്തലന്മാർ ഏതെങ്കിലും പെരുന്നാളിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ക്രിസ്തുവിനോ ക്രിസ്തുവിൻ്റെ സഭയ്ക്കോ പെരുന്നാൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏതൊക്കെ? യഹൂദന്മാരുടെ പെരുന്നാളുകൾ നമുക്കറിയാം. പെസഹ, പുളിപ്പില്ലാത്തയപ്പം, ഇങ്ങനെ വന്ന് കൂടാര പെരുന്നാൾ, അതാണിപ്പോൾ കണ്ടത്. 7 ഉത്സവങ്ങൾ. അത് എവിടെയാ? പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം, 4 പുസ്തകങ്ങൾ അതിനെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നു. എന്നാൽ ക്രിസ്തുവോ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരോ ക്രിസ്തു സഭയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഉത്സവങ്ങൾ, പെരുന്നാളുകൾ കൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഏത്? ഇത് നിങ്ങൾ അന്വേഷിച്ചിട്ട് ഉത്തരം കണ്ടെത്തണം. ബൈബിൾ എന്തു പറയുന്നുവെന്ന് ഞങ്ങൾ ഇവിടെ പറയുകയാണ്, ആരെയും കുറ്റം പറയുകയല്ല. പെരുന്നാളുകളെക്കുറിച്ച് ബൈബിൾ എന്തു പറയുന്നു? പെരുന്നാളുകളെക്കുറിച്ച് യേശു ക്രിസ്തു എന്തു പറയുന്നു? ഇത് നിങ്ങളെ കാണിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. അതുകൊണ്ട് ഞങ്ങൾ കാണിക്കാം. വിശുദ്ധ ബൈബിളിലെ കൊലോസ്യ ലേഖനം, അതായത് 206 പേജ്, 2-ാം അധ്യായം, 16-ാം വാക്യം. അതുകൊണ്ട് ഭക്ഷണപാനീയ നിയമങ്ങൾ സംബന്ധിച്ചോ പെരുന്നാള്, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ കുറ്റം പറയാൻ വകയില്ല. കാരണം അതെല്ലാം വരുവാൻ ഇരുന്നതിൻ്റെ നിഴലാണ്. ഇത് ലളിതമായ തർജ്ജമയിൽ നിന്ന് ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. പെരുന്നാള്, വാവ്, ശബത്ത് തുടങ്ങിയ യഹൂദ ഉത്സവങ്ങൾ വരുവാനിരുന്ന യേശുക്രിസ്തുവിൻ്റെ നിഴലാണ്. അതുകൊണ്ട് ഒരു ക്രൈസ്തവനെയും അത് ബാധിക്കുകയില്ല. ഇതാണ് വിഷയം. വീട് വിട്ടുപോയ ഒരു മകനെ കാണാതെ വിഷമിച്ച മാതാപിതാക്കൾ പത്രത്തിലിട്ടു, ലോകം മുഴുവൻ പരസ്യം ചെയ്തു. അവൻ പോയതൊരു തിങ്കളാഴ്ചയായിരുന്നു. എല്ലാ തിങ്കളാഴ്ചയും അവർ ആ വിഷയത്തിന് വേണ്ടി വീട്ടുകാരിരുന്ന് പ്രാർത്ഥിക്കും. 1 വർഷം കഴിഞ്ഞിട്ട് അവൻ വന്നില്ല. 1 വർഷമായപ്പോൾ അതേ തിങ്കളാഴ്ച, ആ 17-ാം തീയതി വീട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് ദുഃഖമാചരിച്ചു, പ്രാർത്ഥിച്ചു കുഞ്ഞു മടങ്ങി വരാൻ. പിന്നീട് അതൊരു ചടങ്ങായി. എല്ലാ വർഷത്തിൻ്റെയും മാർച്ച് 17-ന് കാണാനില്ലാത്ത മകൻ്റെ ഓർമ്മ അവർ കൊണ്ടാടി. പിന്നെ ദുഃഖം പോയി, പിന്നെ അതൊരു ആചാരമായി. അവനെ ഓർത്തുകൊണ്ടും അവൻ്റെ നന്മകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടും അന്നേ ദിവസം അവർ ചെലവഴിച്ചിരുന്നു. ഒരു ദിവസം ഈ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ കയറി വന്നു. നിങ്ങൾക്ക് ആ രംഗം ഒന്ന് ഭാവനയെ കാണാവോ? അവൻ്റെ അമ്മ ഒഴിച്ച്, അല്ലെങ്കിൽ അവൻ്റെ അമ്മയും അപ്പനും ഒഴികെ ബാക്കിയുള്ളവർ അവനെ ശ്രദ്ധിക്കുകയില്ല. കാരണം അവർക്ക് ഈ ചടങ്ങാണ് പ്രധാനം. അവനോട് പറയും, നീ അങ്ങ് മാറുന്നില്ല, ഞങ്ങളിത് നടത്തട്ടെ. സത്യത്തിൽ അവൻ വന്നത് അവർക്ക് ബുദ്ധിമുട്ടായി. കാരണം ഈ ചടങ്ങ് നിന്ന് പോയില്ലേ. ഇതാണ് വിഷയം. നടന്നു വന്ന മുഴുവൻ പെരുന്നാളും ക്രിസ്തുവിനെ വെളിപ്പെടുത്താനാണ്. ക്രിസ്തു വരുന്നു എന്ന് ഉള്ള ഓർമ്മയാണ്. വരുമെന്ന് പറഞ്ഞവൻ വരുന്നത് വരെ ചില നിഴലുകൾ
ചടങ്ങുകൾ ഒക്കെ നടത്തിയിരുന്നു. അതാണ് പെരുന്നാൾ. വിശദീകരിക്കാം, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ക്രിസ്തു വന്നു. ക്രിസ്തു വന്നപ്പോൾ ആരും ശ്രദ്ധിക്കാൻ പോലുമില്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ പെരുന്നാൾ നടത്തണം, പ്ലീസ് ഞങ്ങളെ ഉപദ്രവിക്കരുത്. നിങ്ങൾ ആരുടെ പേരിലാണ് ഇത് നടത്തുന്നത്? നിങ്ങൾ നടത്തുന്നത് ആ വ്യക്തിയായി വന്നിരിക്കുന്നത്. യേശു കുരിശിക്കപ്പെടുന്ന സമയത്ത് ആളുകൾ ആട്ടിൻകുട്ടിയും പിടിച്ചുകൊണ്ട് പോവുക റോഡെ കൂടെ. എവിടെ പോവാ? ഇന്ന് ഞങ്ങളുടെ പെസഹായ. പെസഹ എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടെടുപ്പുകാരൻ. ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് വീണ്ടെടുത്തതിൻ്റെ ഓർമ്മ, മശിഹ വരുന്നതിൻ്റെ ഓർമ്മ. ഓഹോ, അത് ശരി. നിങ്ങളിത് എങ്ങോട്ടാണ് കൊണ്ടുപോകണം? ദേവാലയത്തിലേക്ക്. എന്നാത്തേ സാക്ഷാൽ പെസഹായുടെ അർത്ഥമായവനായി ഈ പോണത്. അവൻ ക്രൂശിക്കപ്പെടാൻ പോവുക. ഇനി ആടിനെ വിട്, അവൻ്റെ അടുത്തേക്ക് വാ. ഇല്ല, ഞങ്ങൾ വിടില്ല. ഇതാണ് വിഷയം. നോക്കൂ, വചനത്തിൽ എഴുതിയിരിക്കുന്നത്, പെരുന്നാൾ, വാവ, ശബത്ത് ഇത് സംബന്ധിച്ച് നിങ്ങളെ ആരും കുറ്റം വിധിക്കാൻ കാരണമില്ല. കാരണം അത് വരുവാനുന്നതിൻ്റെ നിഴലാണ്. ക്രിസ്തു വന്നു കഴിഞ്ഞു, പെരുന്നാൾ അവസാനിച്ചു. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ബൈബിൾ വായിച്ചോ, സംശയം ചോദിച്ചോ, ഇതിന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ബൈബിൾ ഇതിനെക്കുറിച്ച് വളരെ നന്നായിട്ട് വിവരിക്കുന്നു. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യം. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. എന്തിനു വേണ്ടി? ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയോ? അപ്പോൾ ഇന്ന ദിവസത്തിന് ഇന്ന പ്രത്യേകത, ഇന്ന മാസത്തിന് ഇന്ന പ്രത്യേകത, ഇന്ന വർഷത്തിന് ഇന്ന പ്രത്യേകത എന്ന് യഹൂദന്മാർക്കുണ്ടായിരുന്നു, നമുക്കില്ലെന്ന്. നിങ്ങളിപ്പോഴും ദിവസങ്ങൾ, മാസങ്ങൾ, ആണ്ടുകൾ, പുണ്യദിവസങ്ങൾ, പുണ്യമാസങ്ങൾ, പുണ്യവർഷങ്ങൾ ഇതൊന്നും നമുക്ക് ആചരിക്കാൻ പാടില്ലെന്ന് യേശുവും ശിഷ്യന്മാരും പഠിപ്പിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ആ ഭാഗം വിടുന്നു. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 2-ാം വാക്യം. യഹൂദന്മാരുടെ കൂടാരപ്പെരുന്നാൾ അടുത്തിരുന്നു. യഹൂദന്മാരുടെ കൂടാരപ്പെരുന്നാൾ അടുത്തിരുന്നു, നമ്മുടെയല്ല. എന്നാൽ ക്രിസ്തു അന്ന് ക്രൂശിൽ മരിച്ചിട്ടില്ലാത്തതിനാലും ക്രിസ്തു ഒരു യഹൂദനായി വന്നതിനാലും അവൻ ആ ആചാരങ്ങൾക്ക് സഹകരിച്ചു. അവൻ്റെ സഹോദരന്മാർ അവനോട്, നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിന്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദിയിലേക്ക് പോകുക. പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവനാരും രഹസ്യത്തിലൊന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇത് ചെയ്യുന്നുവെങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു. അവൻ്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. യേശു സ്വന്തം നാട്ടിൽ വീട്ടിൽ ചെന്നപ്പോൾ ആരും അവനെ വിശ്വസിച്ചില്ല. കാരണം അവൻ നമ്മുടെ നാട്ടുകാരനല്ലേ, നമ്മിലൊരുവനല്ലേ എന്ന മുൻവിധി കാരണം ആളുകൾ അവനെ തള്ളിക്കളഞ്ഞു. വാക്യം 6. യേശു അവരോട്, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം തന്നെ. എന്താണ് അങ്ങനെ പറഞ്ഞത്? അതായത് ഈ പെരുന്നാൾ സമയത്ത് ആളുകൾ, കൂടാര പെരുന്നാളിന് ആളുകൾ പള്ളി കൂടും. നീ വലിയവനാകാനും ഫേമസ് ആകാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ശ്രേഷ്ഠനാകാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നീ ഇപ്പോൾ പെരുന്നാൾ പള്ളിയിലോട്ട് ചെല്ലേ. ആ പെരുന്നാൾ സ്ഥലത്ത് ചെന്ന് നീ നിന്നെ തന്നെ ഒന്ന് വലുതാക്കുക, ഒന്ന് അനൗൺസ് ചെയ്യുക. വളരെ മനോഹരമായ മറുപടിയാണ്. യേശു അവരോട്, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം തന്നെ. എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്ക് എപ്പോഴും സമയമാണ്. അതൊരു നല്ല ആശയം അതിനകത്തുണ്ട്. ഒരു ലക്ഷ്യബോധത്തിൽ യാത്ര ചെയ്യാത്തവർക്ക് എല്ലാത്തിലും ഇടപെടാം. ഒരു ലക്ഷ്യത്തിൽ ജീവിക്കുന്ന ആൾക്ക് എല്ലാത്തിലും ഇടപെടാൻ പറ്റത്തില്ല. അവർക്കൊരു ഷെഡ്യൂൾ ടൈമുണ്ട്, അവർക്ക് ഒരു പ്രോഗ്രാമുണ്ട്, ഒരു ടൈം ടേബിളുണ്ട്. എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്ക് എപ്പോഴും സമയമാണ്. കാരണം നിങ്ങൾ ഒരു പ്രത്യേക നിയോഗത്തിൽ വന്നവരല്ല. നിങ്ങൾ ജനിച്ചതുകൊണ്ട് ജീവിക്കുന്നു, ഉണർന്നതുകൊണ്ട് എഴുന്നേൽക്കുന്നു, നേരം വെളുത്തതുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു എന്നല്ലാതെ
നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ചൊരു വ്യക്തമായ പ്ലാനുണ്ടോ? ഇതെവിടെ തുടങ്ങി എവിടെ അവസാനിക്കും? എന്താണ് ഇതിൻ്റെ അന്ത്യം? ഇതെവിടേക്ക് പോകുന്നു? ഒന്നും നിങ്ങൾക്കറിയില്ലല്ലോ. എന്നാൽ എൻ്റെ കാര്യം അങ്ങനെയല്ല. കർത്താവ് പറഞ്ഞ് ഞാൻ ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം. 6-ാം വാക്യം ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ നോക്കുക. 7:6. എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്ക് എപ്പോഴും സമയം തന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ ജനനം, ജീവിതം, ഉപദേശം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, മടങ്ങിവരവ്, ഇതെല്ലാം കൃത്യമായ ടൈം ടേബിളിലാണ്. ഒരു നാഴിക പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ കറക്റ്റായിട്ടത് ചെയ്യും. അത് തടയാൻ ആർക്കും പറ്റില്ല. അപ്പം ഞാൻ പരസ്യമായി ദേവാലയത്തിൽ വരികയോ ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തുകയോ ചെയ്യേണ്ട സമയമായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ എന്നെ നിർബന്ധിക്കേണ്ട. ഇതുപോലെ കാനായിലെ കല്യാണ വീട്ടിൽ യേശു പറഞ്ഞു എൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ലെന്ന്. അപ്പോൾ അർത്ഥം ഇതാ, ഇവിടെ ഇവർ പറഞ്ഞ അതേ കാര്യമാണ് അവിടെ അവരും പറഞ്ഞത്. ഞാനൊന്ന് വിവരിക്കാം. കാനായിലെ കല്യാണ വീട്ടിൽ യേശുവിനോട് മറിയെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല. എന്നാൽ ബൈബിൾ സൂക്ഷിച്ചാൽ മനസ്സിലാവും. മറിയോട് മാലാഹ പറഞ്ഞിരുന്നു, ഇവൻ വലിയവനാകും, ഇവൻ ദൈവപുത്രനാണെന്ന് ലോകമറിയും. അപ്പം മറിയ വിചാരിച്ചു, ഇതെങ്ങനെയാ ഒന്ന് പബ്ലിക്കിനെ അറിയിക്കുന്നത്? ഇവനൊരു ദിവ്യത്വമുള്ള ഒരു കൊച്ചാണെന്നുള്ളത് പത്രത്തിലിടാൻ പറ്റുമോ? അപ്പം അതിനൊരു മാർഗം, ഈ കല്യാണ വീട്ടിൽ നിന്റെ ദിവ്യത്വം ഒന്ന് വെളിപ്പെടുത്തുകയാണെങ്കിൽ, നിന്നിലുള്ള പ്രത്യേകത വെളിപ്പെടുത്തിയാൽ ലോകം അത് അംഗീകരിച്ചോളൂല്ലോ. യേശുവിൻ്റെ മറുപടി, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. നോക്കൂ, ഇവിടെ അത് തന്നെ വന്നു. ഇവിടെ യേശുവിൻ്റെ ആൾക്കാരാ. അന്ന് മറിയ പറഞ്ഞെങ്കിൽ ഇന്ന് അവൻ്റെ സഹോദരന്മാർ പറയുകയാണ്, നീ വലിയ ഫേമസ് ആകുമെന്നല്ലേ പ്രവചനം? ഇപ്പം നല്ല സമയമാണ്, ലോകത്തിലുള്ള സകല മനുഷ്യരും പെരുന്നാളിന് കൂടിയിട്ടുണ്ട്. ഇതുപോലൊരാളെ ഒന്നും അനൗൺസ് ചെയ്ത് കൂട്ടാൻ പറ്റത്തില്ല, നോട്ടീസ് അടിച്ചാൽ കൂട്ടാൻ പറ്റുകയില്ല. ഇത് പെരുന്നാളാണ്. വളരെ ദൂരെ ജോലി കിട്ടിപ്പോയവരും സ്ഥലം വിറ്റുപോയവരും എല്ലാം വരും പെരുന്നാളിന്. ഇതാ പെരുന്നാളിന് വന്നിട്ടുണ്ട്, നീ ഇപ്പോൾ പള്ളിയിട്ട് ചെല്ലുക, നിന്റെ മാജിക്ക് കാണിക്കുക. ആളുകൾക്ക് അതിക്കുള്ള അറിയില്ലല്ലോ. എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചിട്ട് ജനത്തെ കൂട്ടുക, അതാണല്ലോ. നീ ദൈവമാണെങ്കിൽ അത് നീ വെളിപ്പെടുത്ത്. ദിസ് ഈസ് ദ ടൈം. കർത്താവിൻ്റെ മറുപടി, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്ക് എപ്പോഴും സമയമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് താളത്തിനൊപ്പിച്ചിട്ടുള്ള, നിങ്ങൾക്ക് വരുന്ന വഴിക്ക് പോകാം. എനിക്കങ്ങനെ പോകാൻ പറ്റില്ല. ഞാൻ ഒരു പ്രോഗ്രാമിലാണ്. എൻ്റെ സമയം വെറുതെ കളയാനില്ല. ഞാനൊരു ടൈം ടേബിളിലാണ്. സുഹൃത്തുക്കളെ, ഇതൊരു നല്ല ചിന്തയാണ്. ജീവിതത്തിലൊരു ലക്ഷ്യമുള്ളവന് ലക്ഷ്യത്തിലേക്ക് പോകാൻ പറ്റും. ഇല്ലാത്തവൻ എല്ലാത്തിലും അറ്റൻഡ് ചെയ്യും. വാക്യം 7. നിങ്ങളെ പകപ്പാൻ ലോകത്തിന് കഴിയുന്നതല്ല, എന്നാൽ അതിൻ്റെ പ്രവൃത്തികൾ ദോഷമുള്ളവയെന്ന് ഞാൻ അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് കൊണ്ട് അത് എന്നെ പകയ്ക്കുന്നു. അതായത് ഈ ലോക വ്യവസ്ഥിതിയെ യേശു മാത്രമേ വിമർശിച്ചുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഇതിനെ വാഴ്ത്തുകയാണ് ചെയ്തത്, പുകഴ്ത്തുകയാണ് ചെയ്തത്. യേശു ഇതിനെയെല്ലാം തലതിരിഞ്ഞ ഒരു സംവിധാനമെന്ന് പച്ചയ്ക്ക് പറഞ്ഞു. അതുകൊണ്ട് ഈ ലോകം യേശുവിന് എതിരാണ്. വാക്യം 8. നിങ്ങൾ പെരുന്നാളിന് പോകുവിൻ, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ലായതുകൊണ്ട് ഞാൻ ഈ പെരുന്നാളിന് ഇപ്പോൾ പോകുന്നില്ല. വാക്യം 8 ഒന്നുകൂടെ. നിങ്ങൾ പെരുന്നാളിന് പോകുവിൻ, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ലായതുകൊണ്ട് ഞാൻ ഈ പെരുന്നാളിന് ഇപ്പോൾ പോകുന്നില്ല. ഇങ്ങനെ അവൻ അവരോട് പറഞ്ഞിട്ട് ഗലീലയിൽ തന്നെ പാർത്തു. യേശുവിൻ്റെ സമയം. കർത്താവ് വീണ്ടും പറയുന്നു, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ലാത്തത് കൊണ്ട് ഈ പെരുന്നാളിന് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. കർത്താവിന് തൻ്റെ ദൗത്യത്തെക്കുറിച്ചുള്ള ബോധ്യം ഇതിനു മുമ്പും ചില വാക്യങ്ങളിൽ കാണാനിടയായി. എവിടേക്ക് പോകുന്നു, എന്തിനു പോകുന്നു, എന്തു ചെയ്യണം എന്ന് അവന് കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുവെന്ന് നന്നായി ബോധ്യപ്പെടണം. എല്ലാത്തിൻ്റെയും പുറകെ പോയി ആയുസ് കളയരുത്. മദ്യത്തിൻ്റെ പുറകെ, ലോകത്തിൻ്റെ പുറകെ, ധനത്തിൻ്റെ പുറകെ, സുഖത്തിൻ്റെ പുറകെ, മോഹങ്ങളുടെ പുറകെ, കണ്ണ് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക്
കാത് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക്, രുചിയുടെ പുറകെ നമ്മൾ ഓടരുത്. ജീവിതത്തിനൊരു ലക്ഷ്യം വേണം, അത് നിത്യതയായിരിക്കണം. മരണാനന്തര ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് വീണ്ടും പറയുന്നു. കർത്താവായ യേശു പറയുന്നു, നിങ്ങൾ പെരുന്നാളിന് പൊയ്ക്കോളൂ, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഈ പെരുന്നാളിന് ഇപ്പോൾ പോകുന്നില്ല. എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഈ പെരുന്നാളിന് ഇപ്പോൾ പോകുന്നില്ല. അപ്പം കർത്താവ് ചില കാര്യങ്ങളെ കാണുന്നുണ്ട്. നമ്മൾ കാണാത്ത ചില കാര്യങ്ങൾ അവൻ്റെ പ്രോഗ്രാമിലുണ്ട്. ഇപ്പോൾ അവിടെ ചെന്ന് പരസ്യമായി അവരവനെ കൊന്നുകളയും. 1-ാം വാക്യം, യഹൂദന്മാർ അവനെ കൊല്ലാൻ ഭാവിച്ചിരുന്നു. എന്നാൽ അതിനെല്ലാം ഒരു ടൈമുണ്ട്. യേശു മരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ല എന്നുള്ളത് വ്യക്തം നമുക്കറിയാം. അതിനു മുമ്പ് ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങൾ ചെയ്തു തീർത്ത ശേഷം അവൻ ക്രൂശിങ്കിലേക്ക് വരും. അതിൻ്റെതായ സമയമുണ്ട്. ഇവിടെ യേശു കൃത്യമായി തൻ്റെ ദൗത്യവും ലക്ഷ്യവും വെളിപ്പെടുത്തുന്നു. ഇങ്ങനെ അവരോട് പറഞ്ഞിട്ട് അവൻ ഗലീലയിൽ തന്നെ പാർത്തു. ഇതാണ് 7-ാം അധ്യായത്തിലെ ഒരു പാരഗ്രാഫ്. 10 മുതൽ വീണ്ടും വായിക്കാം. അവൻ്റെ സഹോദരന്മാർ പെരുന്നാളിന് പോയ ശേഷം അവനും പരസ്യമായിട്ടല്ല, രഹസ്യത്തിൽ എന്ന പോലെ പോയി. അപ്പോൾ അവൻ്റെ വീട്ടുകാരായത് അവരെല്ലാം പോയി. അവരുദ്ദേശിച്ചത് ഇദ്ദേഹം ഒരു വലിയ ആളാണെങ്കിൽ യേശുവിൻ്റെ ദൈവത്വം സഹോദരങ്ങൾക്ക് അറിയില്ലല്ലോ. അവരാരും അവനെ വിശ്വസിച്ചില്ലെന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നു. അവരാരും അവനെ വിശ്വസിച്ചില്ല. അവനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവനെ ആ കാണുന്ന ആളിനപ്പുറത്ത് അവൻ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നതാണ് വിശ്വാസം. അപ്പോൾ അവരാരും അങ്ങനെ വിശ്വസിച്ചില്ല. അവൻ ഉണ്ടെന്ന് വിശ്വസിച്ചില്ലെന്നല്ല, കാരണം വിശ്വസിക്കണ്ടല്ലോ, കാണാമല്ലോ. എന്നാൽ അവനെ കാണുന്നതിനപ്പുറത്ത് അവനെ വിശ്വസിക്കുന്നതാണ് വിശ്വാസം. അപ്പോൾ അവര് ഒരു ടെസ്റ്റ് നടത്താൻ വേണ്ടിയാണ് പറഞ്ഞത്, നീ പെരുന്നാളിന് വന്ന് നിന്റെ കഴിവൊന്ന് പ്രകടിപ്പിക്കുന്നത്. യേശു പറഞ്ഞു, ഇല്ല, ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. എന്നാൽ അത് കഴിഞ്ഞിട്ട് നോക്കൂ, അവൻ്റെ സഹോദരന്മാർ പെരുന്നാളിന് പോയ ശേഷം അവനും പരസ്യമായിട്ടല്ല, രഹസ്യത്തിൽ എന്ന പോലെ പോയി. അവൻ്റെ സഹോദരന്മാർ പെരുന്നാളിന് പോയ ശേഷം അവനും പരസ്യമായിട്ടല്ല, രഹസ്യത്തിൽ എന്ന പോലെ പോയി. അപ്പോൾ അവരെ വിട്ടിട്ട് യേശു ഒറ്റയ്ക്ക്, ഒരു പ്രകടനങ്ങളുമില്ലാതെ, ആരവാരമില്ലാതെ, ശിഷ്യന്മാരില്ലാതെ പെരുന്നാളിൻ്റെ സ്ഥലത്തേക്ക് ചെന്നു. എന്നാൽ യഹൂദന്മാർ പെരുന്നാളിൽ അവൻ എവിടെയെന്ന് ചോദിച്ച് അവനെ അന്വേഷിച്ചു. കണ്ടോ, ചതി കണ്ടോ? യേശുവിനെ അവർ ഉന്നം വെച്ചിരിക്കുന്നു. പുരുഷാരത്തിൽ അവനെക്കുറിച്ച് വളരെ കുശുകുശുപ്പുണ്ടായി. അപ്പം ഈ കഴിഞ്ഞ കുറേ നാളുകളത്തെ പ്രവർത്തന നിമിത്തം യഹൂദന്മാരുടെ ഇടയിൽ ഭയങ്കരമായ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് യേശു. അവനാൽ സൗഖ്യം പ്രാപിച്ചവരും അവൻ നുറുക്കിക്കൊടുത്ത അപ്പം തിന്നവരും അവൻ്റെ അത്ഭുതങ്ങൾ കണ്ടവരുമായ ആയിരക്കണക്കിന് മനുഷ്യർ ഇതാ പെരുന്നാളിൽ വന്നിരിക്കുന്നു. ഈ സമയത്ത് ഒരു പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. അസൂയക്കാർ, പാപവും അനീതിയും മറച്ചുവെക്കുന്ന അഴിമതിക്കാർ ഇതിൽ കളിച്ചിട്ടുണ്ട്. എന്നാൽ യഹൂദന്മാരുടെ പെരുന്നാളിൽ യേശു എവിടെയെന്ന് അവനെ അന്വേഷിച്ചു. പുരുഷാരത്തിൽ അവനെക്കുറിച്ച് വളരെ കുശുകുശുപ്പുണ്ടായി. കണ്ടോ കാര്യങ്ങൾ വ്യക്തമാകുന്നത്? അവൻ നല്ലവനെന്ന് ചിലരും, അല്ല, അവൻ പുരുഷാരത്തെ വഞ്ചിക്കുന്നു എന്ന് മറ്റു ചിലരും പറഞ്ഞു. അവൻ നല്ലവനെന്ന് ചിലരും, അവൻ പുരുഷാരത്തെ വഞ്ചിക്കുന്നു എന്ന് മറ്റു ചിലരും പറഞ്ഞു. അപ്പോൾ പെരുന്നാളിലത്തെ ചർച്ച എന്താണ്? യേശു. അതെന്താ? യേശു അത്രമാത്രം സ്വാധീനം സൃഷ്ടിച്ചു. അപ്പോൾ കുറേ പേര് പറഞ്ഞു അവൻ നല്ലവനാണ്. അപ്പോൾ അവർ ചോദിച്ചു, എന്താ നീ നല്ലവനാന്ന് പറഞ്ഞത്? എൻ്റെ കൊച്ചിനെ ഉയർപ്പിച്ചു, എൻ്റെ അമ്മയ്ക്ക് പനിയായിരുന്നു, ഇപ്പോൾ സൗഖ്യമാക്കി. അവനൊരു തിന്മയും ചെയ്തിട്ടില്ല, നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. വാക്യം 13. എങ്കിലും യഹൂദന്മാരെ പേടിച്ചിട്ട് ആരും പ്രസിദ്ധമായി അവനെക്കുറിച്ച് സംസാരിച്ചില്ല. യഹൂദന്മാരെ പേടി കാരണം യേശു ദൈവപുത്രനാണ്, അവൻ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല, ഞങ്ങൾക്ക് നേരിട്ടറിയാമെന്ന് പറയാൻ ആരും ധൈര്യപ്പെട്ടില്ല. അറിയാവുന്ന ഒരുപാട് പേരവിടെയുണ്ട്. അങ്ങനെ ഈ കൊല്ലത്തെ പെരുന്നാളിന് മുഖ്യ വിഷയം യേശു. അതുകൊണ്ട് തന്നെ യേശു അവിടെ പ്രത്യക്ഷപ്പെട്ടില്ല. പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വേദഭാഗവും ഞങ്ങൾക്ക് പഠിക്കാൻ കൃപ തന്നുകൊണ്ട് സ്തോത്രം. കർത്താവിൻ്റെ
ആ രണ്ട് പ്രസ്താവനകൾ വളരെ പ്രാധാന്യതയോടെ ഞങ്ങളിവിടെ കാണുന്നു. എൻ്റെ സമയമായിട്ടില്ല, നിങ്ങൾക്ക് എപ്പോഴും സമയമാണ്. എൻ്റെ സമയമാകാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ പെരുന്നാളിന് പോകുന്നില്ല. ഞങ്ങളുടെ ജീവിതം എന്തിനു വേണ്ടിയെന്ന് ഒരു കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടെ മുന്നോട്ട് പോകുവാൻ യേശുവിൻ്റെ ആ വാക്കുകൾ ഞങ്ങളെ പഠിപ്പിക്കുന്നു. അതിനപ്പുറത്ത് കർത്താവിൻ്റെ ആ പ്രത്യക്ഷതയെക്കുറിച്ചും കർത്താവെ അങ്ങയുടെ ആ നിത്യജീവന് വേണ്ടിയുള്ള പാപപരിഹാര യാഗത്തെക്കുറിച്ചുമുള്ള ദൈവിക പദ്ധതിയുടെ പൂർണ്ണത ഇവിടെ ഞങ്ങൾ കണ്ട് അങ്ങയെ സ്തുതിക്കുന്നു. ഇത് നന്നായി ഗ്രഹിപ്പാൻ എല്ലാവർക്കും കൃപ നൽകണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കണം.